അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണം ഇടതുപാളയത്തിലെത്തിക്കുവാൻ CPM അണിയറ നീക്കങ്ങൾ ശക്തമാക്കുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി UDF-ൽ ഉയർന്നു വന്നിട്ടുള്ള തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു CPM വിമതനടക്കം രണ്ടുപേരുടെ ഭൂരിപക്ഷത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം നിലനിർത്തിപ്പോരുന്ന UDF ഭരണം അട്ടിമറിക്കുന്നതിനുള്ള അണിയറ നീക്കങ്ങൾ CPM ആരംഭിച്ചിരിക്കുന്നത്. CPM റിബലായി അഗസ്തിക്കോട് വാർഡിൽ മത്സരിച്ച പാർട്ടി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് അംഗമായ N. അനിൽകുമാർ ഇതിനോടകം മാതൃസംഘടനയായ CPM-ൽ തിരിച്ചുവരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതായാണ് അറിയുന്നത്. UDF ഭരണമനുസരിച്ച് 2.5 വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനം CMP-ക്കാണ് നൽകേണ്ടത്. എന്നാൽ കടുത്ത കോൺഗ്രസ് I വിഭാഗീയത തുടരുകയാണ്. ഇതുമൂലം I വിഭാഗത്തിന്റെ ഗ്രാമപഞ്ചായത്തിലെ ഏക പ്രതിനിധിയായ S. ഷീജയെ തൽസ്ഥാനത്ത് നിന്നും മാറ്റുന്നതിൽ I വിഭാഗത്തിന്റെ അഞ്ചലിലെ മുതിർന്ന നേതാവായ അഞ്ചൽ സോമൻ അടക്കമുള്ളവർ തയ്യാറാകാത്തത് മറുഭാഗത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചാമക്കാല ജ്യോതികുമാറിന്റെ നേതൃത്വത്തിലുള്ള A വിഭാഗക്കാരനായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തോയ്ത്തല മോഹനൻ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതായി കത്ത് DCC-ക്ക് കൈമാറിയത്. മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള രാജിക്ക് പിന്നാലെ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ തോയ്ത്തല മോഹനൻ ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന പദവി കൂടി രാജിവെക്കും എന്ന സ്ഥിതിയിലാണ്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി CMP നേതൃത്വം ശക്തമായ നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ തോയ്ത്തല മോഹനന്റെ രാജി കൂടി ഉണ്ടായാൽ പഞ്ചായത്ത് ഭരണം UDF-ന് നഷ്ടമാകുന്ന അവസ്ഥയാണുള്ളത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം കൂടി രാജിവെക്കുമെന്ന ഭീഷണി നിലവിലെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S. ഷീജയെ മുഴക്കിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ UDF-ൽ രൂക്ഷമായ സാഹചര്യം മുതലെടുക്കാനാണ് LDF ശ്രമം നടന്നുവരുന്നത്. CMP-യെയും CPM വിമതനായി ജയിച്ച അനിൽകുമാറിനെയും ഒപ്പം നിർത്തി പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് CPM നേതൃത്വത്തിൽ നടന്നുവരുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും ശ്രമിക്കുന്നുണ്ടെങ്കിലും A വിഭാഗങ്ങളിലെ ചിലർ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടുകളുമായാണ് തുടരുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.